കേരള തീരത്ത് തീപിടിച്ച MV വാൻഖായ് 503 കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 2 ജീവനക്കാരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ചൈനീസ് തായ്വാൻ പൗരന്മാർക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. പുക ശ്വസിച്ച ആരോഗ്യനില വഷളായ 4 പേരും മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടലിൽ കാണാതായ 4 ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. വിവരങ്ങളുമായി അരുൺ പാറക്കൽ മംഗളൂരുവിൽ നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആദ്യം അരുൺ പാറക്കലിലേക്കാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ശ്വാസകോശത്തിനടക്കം പൊള്ളലേറ്റു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഈ 6 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 40% പൊള്ളലേറ്റ ചൈനീസ് പൗരൻ ലുവൻ ലേ, തായ്വാൻ പൗരൻ സോണിറ്റൂർ ഹെയ്നി എന്നിവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർക്ക് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യം ആ ദൃശ്യങ്ങളിൽ, അതായത് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൈക്കും മുഖത്തുമൊക്കെ പൊള്ളലേറ്റ് ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഡോക്ടറാണ്, പ്ലാസ്റ്റിക് സർജനാണ് ഈ 35-നും 40-നും ഇടയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതീവ ഗുരുതരമായി തുടരുകയാണ്. ICUവിലാണ് ഇവർ 2 പേരും ഉള്ളതെന്ന് പിന്നീട് വ്യക്തമാക്കിയത്. പുക ശ്വസിച്ചാണ് മറ്റ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. ചൈനീസ് പൗരന്മാരായ സു ഫാബിനോ, ഗുവോ ലെന്നോ എന്നിവരാണ് 2 പേർ. മ്യാൻമർ പൗരന്മാരായ തൈത്തൻ ഹട്ടെ, ഗൈസ ഹട്ടു എന്നിവരാണ് മറ്റ് 2 പേർ. ഇങ്ങനെ 2 ചൈനീസ് പൗരന്മാരും 2 മ്യാൻമർ പൗരന്മാരുമാണ് ഈ പുക ശ്വസിച്ച് ആരോഗ്യനില വഷളായി ഇപ്പോൾ AJ ആശുപത്രിയിലുള്ളത്. അങ്ങനെ ആകെ 6 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട 12 പേരെ അവരെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെയുണ്ട്. അവർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കമ്പനി അധികൃതരും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘവും അറിയിച്ചിരുന്നു. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേഷൻ ഇങ്ങനെയാണ്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേഷൻ, അതായത് ഈ മംഗലാപുരം തുറമുഖം കേന്ദ്രീകരിച്ച് ഇനി മറ്റാരെയെങ്കിലും എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും, ഈ ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ കമ്പനി അധികൃതർ ഈ നിലവിൽ 12 പേരെ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും ലഭ്യമാകുന്നില്ല. കാരണം ഈ അവരുടെ നിയമപരമായ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ലഭ്യമായാൽ അത് അവരുടെ ഇന്റേണൽ എൻക്വയറിയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക കമ്പനിക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിന് മുതിരേണ്ടതില്ല എന്ന് ഈ കപ്പലിലെ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആരോഗ്യനില സംബന്ധിച്ചാണ് ആശങ്കയുള്ളത്. അതിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. 18 ജീവനക്കാരെ മംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ ചികിത്സയിലുണ്ട്. 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്